എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടും ലോ ഓഫ് വൈബ്രേഷൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അഫർമേഷൻസിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം കേട്ടിട്ടും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരാണ്. പക്ഷെ എന്നാലും ചിലരിൽ ഡൗട്ട്സ് ആണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇത് ഒരുപാട് കോൾസ് അങ്ങനെ വരുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഫുൾ ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ലോ ഓഫ് അട്രാക്ഷനെ ഇങ്ങനെ കുറ്റം പറയുന്ന കുറേ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കോമൺലി നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു ട്രോളോ അല്ലെങ്കിൽ ഒരു സർക്കാസ്റ്റിക് ജോക്കോ ആണ്. എവിടെ പോയാലും മലയാളികളുണ്ട്. ഏത് മുക്കിലും മൂലയിലും, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഒരു മലയാളിയുണ്ട്. ഈവൻ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്കട ഉണ്ടാവും, ഒരു മലയാളിയുടെ ചായക്കട. ഇത് കോമൺലി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ജോക്കാണ്. സോ ഇത് ഇതിനെ നമ്മൾ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ആളുകളാണ് ഈ ഒരു ജോക്ക് പറഞ്ഞിട്ട് ചിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു അഫർമേഷൻ യൂണിവേഴ്സിൽ കൊടുത്തിട്ടുള്ളത്, ആ ഒരു വൈബ്രേഷൻ കൊടുത്തിട്ടുള്ളത്, അതിനുള്ള റിസൾട്ടാണ് കേരളത്തിൻ്റെ അഭിമാന നിമിഷം ഇന്ത്യയുടെ ഗഗയാൻ മിഷനിൽ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ ഉൾപ്പെടുത്തി ബഹിരാകാശ സഞ്ചാരികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അതിൽ അഞ്ചനായിട്ട് മലയാളി പ്രശാന്ത് നായർ. ഇത് ശരിക്കും നമ്മൾ മലയാളികൾക്ക് ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഞാനിതിനെ റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും വൈബ്രേഷൻ ഒരു മലയാളിയെ ബഹിരാകാശത്ത് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ ഒരു ലോ ഓഫ് വൈബ്രേഷൻ ആണ് ഇതിൽ സംഭവിച്ചത്. ആണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതൊരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എത്ര പേരാണ് നമ്മൾ ഒരു കാര്യം നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 കാര്യങ്ങളെടുത്താൽ ഒരു 5 കാര്യവും നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മളെ എത്രമാത്രം നമ്മൾ കുറ്റപ്പെടുത്തും. ഐ എം നോട്ട് ഗുഡ് എനഫ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എൻ്റെ ജീവിതം പോയി, തേഞ്ഞു, അല്ലെങ്കിൽ മടുത്തു, എൻ്റെ ലൈഫ് കോൺട്ര എന്ന് തുടങ്ങി നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ സെൽഫ് ടോക്ക്, നമ്മളിൽ ഉണ്ടാക്കുന്ന, നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് നമ്മുടെ വിചാരം. ആക്ച്വലി ആ വൈബ്രേഷൻസ് നമ്മൾ യൂണിവേഴ്സിൽ പാസ് ചെയ്യാണ്. സോ ഇവിടെ സംഭവിക്കുന്നത്, വാട്ട് എവർ ഗുഡ് അഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നു, ദാറ്റ് വിൽ ഹാപ്പൻ. അതുപോലെ തന്നെ എന്തൊക്കെ നെഗറ്റീവാണോ നമ്മൾ അഫേം ചെയ്യുന്നത്, അതും സംഭവിക്കും. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, അഫർമേഷൻ എങ്ങനെ ഇത്രയും സാധനങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തു എന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എത്ര പേര് നെഗറ്റീവ് കമൻസ്, നെഗറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ട് ജീവിതം വളരെ ഹാപ്പി ആയിട്ട്, അതായത് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തോൽവിയിലായിട്ട് പോകുന്നു എന്നൊക്കെ, എൻ്റെ ജീവിതം വഴിയാധാരമായി, അല്ലെങ്കിൽ അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ട് ജീവിതം നന്നായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ വന്നാൽ നമുക്കതൊന്ന് സംസാരിക്കാമായിരുന്നു. ഇനി എത്ര പേര് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ടും നെഗറ്റീവായിട്ട് പോകുന്നവരും ഉണ്ട്, അതും നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. ബിക്കോസ് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ടും അത് നെഗറ്റീവായി പോകുന്നത്, അതും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വൈബ്രേഷനാണ്. അപ്പോൾ കാരണം നമ്മൾ ആ ഫീലാണ്, നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിനെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞാലും ഇത് വർക്കാവില്ല. ബിക്കോസ് ഫീലിങ്സ്, തോട്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് യൂണിവേഴ്സലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ആണ്. സോ അതിനെ നമ്മൾ തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും നമ്മൾ നെഗറ്റീവാക്കി വെച്ചുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാലും ഇത് വർക്കാവില്ല. സോ കാരണം ഇവിടെ നമ്മൾ മലയാളിയുടെ ചായക്കട എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് ഒരു ഹാപ്പിനെസ് ആണ്, ആ ഒരു ജോയ് ആണ്, മലയാളിയല്ലേ. അപ്പോൾ ആ ഒരു ജോയോട് കൂടെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും അത് അവിടെ കൊടുത്തത്. സോ ഇറ്റ് ഹാപ്പൻഡ്.
സോ ഇത് കണക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പ്രശാന്ത് ബാലകൃഷ്ണൻ സാറിനും ലെനയ്ക്കും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഞങ്ങളുടെ ഓരോ മലയാളികളുടെ പേരിലും നേരുന്നു. താങ്ക് യു സോ മച്ച്.